പട്ടാമ്പിയിൽ പട്ടാപ്പകൽ ഒരു മനുഷ്യൻ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വാഹനങ്ങൾക്കും വീടിനും തീവയ്ക്കുന്നു. വീട്ടിലെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും സ്ത്രീക്കും നേരെ പെട്രോൾ ഒഴിക്കുന്നു. പിന്നീട് ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ഈ സംഭവങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു നോട്ടീസ് അടിച്ച് ആ മേഖലയിലൊക്കെ വിതരണം ചെയ്തിരുന്നു. തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് 2.5 വർഷം മുമ്പ് വാഹന ഇടപാടിൽ മറ്റൊരു പ്രവാസി മലയാളി 1 ലക്ഷം രൂപ നൽകാനുണ്ട്, 2 ലക്ഷം രൂപയ്ക്ക് താൻ കാറ് വിറ്റു, പിന്നീട് 1 ലക്ഷം രൂപ ഇനി ബാക്കി കിട്ടാനുണ്ട്, അതിൽ മനം നൊന്താണ് ഈ കാര്യങ്ങളൊക്കെ താൻ ചെയ്യുന്നത് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സംഭവം പട്ടാമ്പിയിൽ മാത്രമല്ല, പ്രദേശത്ത് മാത്രമല്ല, പ്രവാസ ലോകത്തും വലിയ ചർച്ചയായി. കാരണം ഈ അക്രമം ഉണ്ടായതൊരു പ്രവാസി മലയാളിയുടെ വീട്ടിലാണ്. ആ പ്രവാസി മലയാളി പ്രവാസ ലോകത്ത് സൗദി അറേബ്യയിലെ ഖമീസ് മുഷൈത്ത് അബഹ ഏരിയയിൽ അസീർ റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ ഈ സംഭവത്തിന്റെ സത്യം അന്വേഷിച്ചുള്ള യാത്രയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഒരാളുണ്ട് എന്ന്, അതായത് ഈ വാഹന ഇടപാടിലെ ഇടനിലക്കാരന് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാം എന്നൊരു സൂചന ലഭിച്ചു. അങ്ങനെ ആ വാഹന ഇടപാടിലെ ഇടനിലക്കാരനെ നേരിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജുവിന്റെ വാക്കുകളിലേക്ക് ഇബ്രാഹിം പട്ടാമ്പി എന്ന സാമൂഹ്യ പ്രവർത്തകനും പ്രേംദാസ് എന്ന ഈ വീട്ടിൽ അതിക്രമം നടത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആ വ്യക്തിയും തമ്മിലുള്ള വാഹന ഇടപാടിന്റെ യഥാർത്ഥ ചിത്രം എന്താണ്? നമുക്ക് ബൈജുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഖമീസ് മുഷീത്തിൽ നിന്നാണ്. ഇവിടെ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന, ഈ സംഭവത്തിന് കാരണക്കാരനായ അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വന്ന് ഈ അക്രമ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ച പ്രേംദാസ് പ്രവാസിയായിരുന്നു. പ്രേംദാസിന്റെ സഹോദരി ഭർത്താവാണ് ഇപ്പോൾ നമുക്കിപ്പം ഉള്ളത്. ശ്രീ ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടൻ ഏതാണ്ട് 37 വർഷത്തിലധികമായി ഇവിടെ പ്രവാസിയാണ്. ചേട്ടൻ അറിയാം, എനിക്ക് തോന്നുന്നു ഇബ്രാഹിം പട്ടാമ്പിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണല്ലോ ചേട്ടൻ. അദ്ദേഹം പറയുന്നത് ബൈജു ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം, സത്യം ബൈജു ചേട്ടൻ അറിയാവുന്ന. ബൈജു ചേട്ടൻ അറിയാവുന്ന സത്യം എന്താണ് ഈ കാര്യം? എനിക്കത് വെച്ചാൽ ഞാൻ ഇബ്രാഹിമോട് വർഷങ്ങളുടെ പരിചയമുണ്ട്. ഞാൻ വന്ന സമയം മുതലുള്ള പരിചയമുണ്ട്. ഞാൻ വെക്കേഷൻ പോകുന്ന സമയത്താണ് എന്റെ സഹോദരൻ വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. എംപ്ലോയോട് പറയാണ്, നീ മേടിച്ചോന്ന് പറയണം. അത് മേടിക്കാൻ തയ്യാറുണ്ട്. ഞാൻ പോയി അതിനേശം ഒരു വണ്ടി കച്ചവടമാക്കുന്നുണ്ട്. 10,000 എന്ന ചെറിയ അല്ലാണ് വണ്ടി അങ്ങ് കച്ചവടമാക്കിയത്. അതിൽ 10,000 5,000 രൂപ കൊടുത്തു. ബാക്കി 5,000 ഉള്ളൂ, ബാക്കി കൊടുക്കാനുള്ളൂ. അതിൽ നിന്ന് വീണ്ടും 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. പ്രേംദാസിന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കി 50,000 നമ്മൾ ഇന്ത്യന്റെ രൂപയാണ് കണക്ക് പറയാൻ ബാക്കി കൊടുക്കാനുള്ളൂ. 1.5 ലക്ഷം രൂപ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പൊ ആ 50,000 രൂപ കാലാവധി വല്ലതും പറഞ്ഞിട്ടുണ്ട്? എന്തായിരിക്കും 50,000 രൂപ കൊടുക്കാതിരുന്നതാണ്? എപ്പോഴും പറയുന്നത് 50,000 രൂപ ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഞാൻ തരാം. അവിടെ ചെന്നിട്ട് നീ അത് വെള്ളപ്പെട്ട് ഒപ്പിട്ട് മേടിച്ച് സംഘടന ശ്രമിപ്പിക്കും. പൈസ ഏത് ദിവസം ഞാൻ പോകുമ്പോൾ തരാം. പക്ഷെ നീ പറയാൻ ശ്രമിപ്പിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ബൈജു ചേട്ടനാണ് ഇബ്രാഹിമോട് പറയുന്നത് ഇങ്ങനൊരു വാഹനം വാങ്ങാൻ. അപ്പോ ഇബ്രാഹിം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അറിവോടെ ഈ പൈസ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനല്ലേ? നാട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണത്? അത് മറ്റെന്തെങ്കിലും ഡീലുണ്ടോ? അത് 50,000 രൂപയുടെ ഡീൽ എന്താണ്? അത് 50,000 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ പേപ്പർ എഴുതി ഒപ്പിടുകയാണ്. ഇനി വീണ്ടും വന്നിട്ട് എന്തെങ്കിലും പൈസ പറ്റി പറയാൻ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നാട്ടിൽ പോയിട്ട് ഈ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. നാട്ടിൽ പോകുമ്പോൾ ഡിസംബറിൽ വരുമ്പോൾ എപ്പോൾ വരുമ്പോൾ ഞാൻ പൈസ തരാം. ബൈക്ക് നീ പോയിട്ട് അവസാനിപ്പിക്കണം. എപ്പോൾ എന്ന് നാട്ടിൽ പോകുന്ന പൈസ തരാം, നീ പോയിട്ട് അവസാനിപ്പിക്കണം. അത് ബൈജു ചേട്ടനും ഇടപെട്ട് അളിയനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബൈജു ചേട്ടനും പ്രേംദാസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരും, ഇന്ന സമയത്ത് വരും, നമുക്ക് അത് അവസാനിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ നോട്ടീസിന്റെ പിന്നിൽ വലിയ ദുരൂഹതയില്ല. അതൊരു നോട്ടീസ് അടിച്ചു എന്നാണ് പറയുന്നത്. അതിൽ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നും 2.5 വർഷക്കാലമായിട്ട് എഴുതാത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരാളെ മനഃപൂർവ്വം തേജോധം ചെയ്യാൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് എന്താണ് അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ഒരിക്കലും 1 ലക്ഷം കൊടുക്കാനില്ല. അത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. അതായത് 1 ലക്ഷം കൊടുക്കാനില്ല എന്നുള്ളത് മാത്രമല്ല, കൊടുക്കാനുള്ളത് 50,000 രൂപയാണ്. അത് കൃത്യമായിട്ട് നാട്ടിലെത്തുമ്പോൾ കൊടുക്കുമെന്നും, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും പ്രേംദാസ് ഞാൻ ഈ പണം കൈപ്പറ്റിയെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നും ഉള്ള കണ്ടീഷനായിരുന്നു. അതായിരുന്നു എന്റെ സത്യം. ഇപ്പൊ പ്രചരിക്കുന്ന പ്രേംദാസ് പറയുന്ന കാര്യങ്ങൾ മൊത്തം കള്ളമാണ്. അതായത് ഈ പണസ്പാടിനെ പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല ഇത്ര ഇബ്രാഹിം വ്യക്തി കൊടുക്കാനുള്ളൂ. അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൈമ പറഞ്ഞിരുന്നു, ഡിസംബറിലൊക്കെ കൊടുക്കാൻ പറയുന്നു. ശരി, നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇത് ഏത് ദിവസം കൊടുക്കാനാണ് ഇബ്രാഹിം പറഞ്ഞിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ഞാൻ വെക്കേഷൻ പോകുമ്പോ അപ്പൊ നാട്ടിൽ പോയി വിളിച്ച് എല്ലാവരും വിളിച്ചാണ് അവസാനിപ്പിക്കണം. ചേട്ടൻ തരാന്ന് പറഞ്ഞു പൈസ.
അതായത് ഇപ്പൊ പ്രേംദാസ് പറയുന്ന ഈ കാര്യം മൊത്തം കള്ളമാണ്. നമ്മുടെ ഒരു നിയമ സംവിധാനം നിലവിലുള്ള ഒരു നാട്ടില് ഒരു വീട്ടിൽ പട്ടാപ്പകലൊക്കെ ചെന്ന് കയറി അവിടെ സ്ത്രീയും ചെറിയ മക്കളുള്ള വീടാണ്. ഭാര്യ ഒരു സ്ത്രീയും 2 കുട്ടികളും അവിടെ താമസിക്കുന്നു. അപ്പൊ അവിടേക്ക് ചെന്നിട്ട് ആ നാട്ടിൽ മൊത്തം ഇങ്ങനെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നു. ആ വീട്ടിലേക്ക് കയറി 2 വാഹനങ്ങൾ കത്തിക്കുന്നു. അപ്പൊ ആ കണക്കൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അവിടുത്തെ പോലീസിന്റെ ഒക്കെ ഒരു ഭാഷ്യം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. വീട് ഭാഗികമായിട്ട് കത്തി നശിച്ചു, കുഞ്ഞുങ്ങളുടെ പുറത്ത് പെട്രോൾ ഒഴിച്ചു എന്ന് പറയുന്നു. അവിടെ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നാട്ടില് വലിയ ഒരു അവർക്ക് അത് വലിയൊരു ഒരു അപമാനമൊക്കെ ആണല്ലോ. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും അത് ഇത്രയും ഇല്ല. ഇബ്രാഹിം എന്ന വ്യക്തി പൈസ കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു ടൈമും പറഞ്ഞിരുന്ന അത് പറഞ്ഞിരുന്നാൽ ഇന്നത്തെ സമയത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കയ്യിൽ പോയി എപ്പം നീ പോകുന്നു അപ്പം ഞാൻ പൈസ വാങ്ങി പോയിട്ട് അത് അവസാനിപ്പിക്കാനോട് പറഞ്ഞു. വൈചേട്ടൻ അപ്പോ ഈ പ്രേംദാസിനോട് വൈചേട്ടൻ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അതായത് ഇബ്രാഹിമിന്റെ കയ്യിൽ നിന്ന് ബാക്കി കിട്ടാനുള്ള 50,000 രൂപ ഞാൻ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. പ്രേംദാസിനോട് പറഞ്ഞിരുന്നു. അതായത് നാട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 2.5 വർഷമായി വൈചേട്ടൻ നാട്ടിൽ പോകാൻ പറ്റില്ല. ഓഗസ്റ്റിൽ പോകാൻ ഉദ്ദേശിച്ചപ്പോഴത്തെ ഇക്കാമ എക്സ്പയർ ആയി പോയി. നമ്മൾ പുതുക്കി കിട്ടിയാണ് നമ്മൾ പുതുക്കി തന്നിട്ടാണ് ഈ ഇബ്രാഹിം ഓഫീസർ പുതുക്കി തന്നത്. ഇബ്രാഹിം പട്ടാമ്പിയാണ് എനിക്ക് പുതുക്കി തന്നത്. ഇക്കാമ പുതുക്കി ഞാൻ പൈസ കൊടുത്താൽ പുതുക്കി തന്നത് എനിക്ക് ഇബ്രാഹിം പുതുക്കി തന്നത്. എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ഓഗസ്റ്റിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ ഓഗസ്റ്റിൽ പോയിട്ട് സംഭവം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ പോകാൻ പറ്റി. അപ്പൊ ഡിസംബറിൽ നമ്മൾ പൈസ കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഡിസംബറിലല്ല, ഞാൻ എപ്പോ പോകുമ്പോ അന്ന് ഇബ്രാഹിം തരാൻ പറഞ്ഞിരുന്ന പൈസ മനസ്സിലായി. വൈകിട്ട് ശരിയാണ്, വൈകിട്ട് അത് അല്ലാതെ ഇത്രയും മനസ്സിലാക്കാൻ യാതൊരു കാര്യമില്ലായിരുന്നു. സത്യം ചെരിപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും നുണ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവാസ ലോകത്തൊക്കെ പ്രചരിക്കുന്ന കഥ, ഇബ്രാഹിം പട്ടാമ്പി എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഒരു പ്രവാസിയെ വഞ്ചിച്ചു, അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുക്കാതെ പറ്റിച്ചു എന്നൊക്കെയാണ്. 1 ലക്ഷം രൂപ എന്നത് ഇപ്പോൾ 1 ലക്ഷം റിയാൽ എന്ന നിലയിലൊക്കെയാണ് ഇവിടെ കഥ ഇങ്ങനെ പ്രചരിക്കുന്നത്. ബൈജു ഈ സംഭവത്തിൽ ഇടനിലക്കാരനായിരുന്ന ഈ അക്രമിയായ പ്രേംദാസിന്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായ ബൈജു പറയും പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ ഇബ്രാഹിം പട്ടാമ്പിയോട് ബൈജുവാണ് ഇങ്ങനെ ഒരു വാഹനത്തിന്റെ കാര്യം പറയുന്നത്. എന്റെ സഹോദരി ഭർത്താവ് അടിയന്തരമായി നാട്ടിൽ പോകുന്നു, അപ്പോൾ പെട്ടെന്ന് ഈ വാഹനം വിൽക്കാൻ നിവർത്തിയില്ല, നിങ്ങൾക്ക് ഇത് എടുക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ 2 ലക്ഷം രൂപയ്ക്ക് ആ കച്ചവടം ഉറപ്പിക്കുന്നു. 1 ലക്ഷം രൂപ അപ്പോൾ തന്നെ കൊടുക്കുന്നു, 50,000 രൂപ പിന്നീട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി ഇതിനകത്തൊരു ക്ലെയിം ഉണ്ടാകാൻ പാടില്ല. ഇത് കൃത്യമായി ഈ ബാക്കി പണം കൊടുത്തു കഴിയുമ്പോൾ പ്രേംദാസിന്റെ പക്കൽ നിന്ന് ഒരു രേഖ ഒപ്പിട്ട് വാങ്ങണമെന്ന് ഇബ്രാഹിം പട്ടാമ്പിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഈ 50,000 രൂപ വാങ്ങിച്ച ശേഷവും പിന്നീട് 1 ലക്ഷം രൂപ ഇദ്ദേഹം പ്രേംദാസ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബൈജു നാട്ടിൽ പോകുമ്പോൾ ബൈജുവിന്റെ കയ്യിൽ ഈ പണം കൊടുത്തുവിടും എന്നും ആ പണം അവിടെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പ്രേംദാസിന്റെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ പ്രേംദാസ് കൃത്യമായിട്ടും ഈ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പണവും തനിക്ക് നൽകാനില്ല, എല്ലാ പണവും കൈപ്പറ്റി എന്ന നിലയിലുള്ള ഒരു രേഖ എഴുതി വാങ്ങണമെന്ന് ഇബ്രാഹിം പട്ടാമ്പി കൃത്യമായിട്ടും ബൈജുവിനോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസംബറിൽ നാട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നാട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു ബൈജു. പക്ഷേ അദ്ദേഹത്തിന് ചില ഈ ഇവിടുത്തെ ഇക്കാമ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ അതിലിടപെട്ടുകൊണ്ട് ഇബ്രാഹിം പട്ടാമ്പി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇക്കാമയൊക്കെ പുതുക്കി കൊടുക്കുന്നത്. അപ്പൊ ഡിസംബറിലാണ് ഇനി ഇദ്ദേഹം നാട്ടിലേക്ക് ഇതിന് പോകാൻ കഴിയുക. ആ സമയത്ത് ഈ പണം കൃത്യമായും കൊടുക്കുകയും ഒരു രേഖ കൃത്യമായും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബൈജുവിന്റെയും ഇബ്രാഹിം പട്ടാമ്പിയുടെയും ഉദ്ദേശം. അതിനെയാണ് വല്ലാതെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇത്രയൊക്കെ നാടകീയമായ സംഭവ വികാസങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയതും. ഇത് പ്രവാസ ലോകത്തെ സത്യത്തിൽ വലിയ ചർച്ചയായിട്ട് ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു മനുഷ്യന്റെ വിഷയത്തിലും ഏത് പാതിരാത്രിയിലും ഇടപെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകന് വല്ലാതെ അവമതിപ്പുണ്ടാക്കിയ, അദ്ദേഹത്തിന് വല്ലാതെ മാനഹാനി ഉണ്ടാക്കിയ ഒരു സംഭവമായി ഇതിപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംഭവത്തിന് പിറകെ ഇങ്ങനെ അന്വേഷിച്ചു പോയത്. ഇപ്പോ പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം പട്ടാമ്പി MLA മുഹമ്മദ് മൊഹസിൻ ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിൽ അല്ലെങ്കിൽ ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ഇത് ഒരു വീടിന്റെ ഒരു കുടുംബത്തിന്റെ പ്രശ്നമായിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്, മറിച്ച് ഇതൊരു പ്രദേശത്തിന്റെ പ്രശ്നമായിട്ട് തന്നെയാണ്, പട്ടാമ്പിയുടെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണ്, കുറെ മനുഷ്യരുടെ പ്രശ്നമാണ്. നമ്മൾ
പലപ്പോഴും ഇത്തരത്തിലുള്ള കഥകളൊക്കെ പ്രചരിക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ സത്യം എന്താണെന്നൊന്നും അന്വേഷിച്ചു പോകാറില്ല. അതിൽ ആരോപണ വിധേയയാകുന്ന ആൾ ആരാണോ അവർ വല്ലാതെ ക്രൂശിക്കപ്പെടാറാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. ആ നിലയ്ക്ക് ഇബ്രാഹിം പട്ടാമ്പിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര ഗുരുതരമായ ഒരു ആക്ഷേപമാണെന്ന് നോക്കൂ. അങ്ങനെ ഒരു ആക്ഷേപം ഇബ്രാഹിം പട്ടാമ്പി നേരിടുന്നു. അദ്ദേഹം വല്ലാതെ മാനഹാനി അനുഭവിക്കുന്നു. പിന്നെ 40 വർഷം അല്ലെങ്കിൽ 37 വർഷത്തോളം ആയുള്ള പ്രവാസ ജീവിതത്തിന്റെ ആ വെയിലുച്ചയിൽ, ആ തിളച്ച ഇന്നലകളിൽ കുരുത്തു വന്നതുകൊണ്ടാകാം അദ്ദേഹം ചിലപ്പോൾ പതറിപ്പോകാത്തത്, വല്ലാതെ അങ്ങ് പതറിപ്പോകാത്തത്. എങ്കിലും സ്വാഭാവികമായിട്ടും മാനസിക വിഷമം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടാകുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കൃത്യമായ അന്വേഷണം, ഇതിലെ ദുരൂഹത നീക്കാനുള്ള അന്വേഷണം തുടരുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ പിന്നിൽ മറ്റെന്താണ് പ്രേംദാസിന്റെ ചേതോവികാരം എന്ന സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. മറ്റെന്തെങ്കിലും ബാഹ്യ പ്രേരണയുണ്ടോ? കാരണം ഇങ്ങനെ വളരെ ഈ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ താണ്ടി പട്ടാമ്പിയിൽ വന്ന് അവിടെ 10-200 നോട്ടീസൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. കയ്യിൽ കത്തികൾ കരുതിയിരുന്നു, പെട്രോൾ കരുതിയിരുന്നു. വളരെ ആസൂത്രിതമായിട്ട് ഇബ്രാഹിം പട്ടാമ്പി എന്ന പ്രവാസ സാമൂഹ്യ പ്രവർത്തകന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നൊരു നാടകീയമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു ചേതോവികാരം എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നു. നിഗൂഢത ഇപ്പോഴും ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയുണ്ടാകും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ന് നമ്മൾ കരുതുന്നു. ഏതായാലും ഇബ്രാഹിം പട്ടാമ്പി എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു കളങ്കം എന്ന നിലയിലാണ് ഈ സംഭവത്തിന് പിറകെ അന്വേഷിച്ചു പോകാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ബൈജു പറയുന്ന ഈ കാര്യങ്ങൾ അത് സ്വാഭാവികമായും ഞെട്ടിക്കുന്നതാണ്. കാരണം അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇബ്രാഹിം പട്ടാമ്പിയെ വല്ലാതെ വേട്ടയാടാനോ തേജോവധം ചെയ്യാനോ ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നത്. ഇപ്പോൾ ഈ സംഭവങ്ങൾ, ഈ വാർത്തകൾ, പ്രത്യേകിച്ചും ഇടനിലക്കാരനായ ബൈജുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴെങ്കിലും ഇതിൽ കൃത്യമായും ഇതിന്റെ ചിത്രം എന്താണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും എന്നുള്ള പ്രതീക്ഷയാണ് പ്രവാസ ലോകത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. പ്രവാസ ലോകം കൃത്യമായും കാത്തിരിക്കുന്നു ഈ സംഭവത്തിന് പിന്നിലെ ബാക്കിയാകുന്ന ദുരൂഹതകൾ മറനീക്കി പുറത്തുവന്ന് യഥാർത്ഥ ചിത്രം എന്താണെന്ന് അറിയാൻ.